മോളിഞ്ഞ് മോക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? പിന്നെ ദാ, ഇത് ഈ ചേച്ചിയെ അമ്മാവാ അമ്മാവാ, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വിവരമില്ലാത്ത ഒരു കഴുതയാണ്. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായല്ലോ. അതല്ല അമ്മാവാ, പിന്നെ ഈ വേറെ കടകളിൽ നിന്നും വിറക് വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മാവന്റെ കടയിലെ തൂക്കമാണ് ഏറ്റവും കറക്റ്റ്. ചേച്ചി ഇതേപോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ചേച്ചി അഭിമാനിക്കണം. കേട്ടോടി, നിനക്കെന്നെ വിലയില്ല അല്ലേ? എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. നിന്നോട് ക്ഷമിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. എന്നാലും അമ്മാവൻ എന്നോട് ക്ഷമിക്കേണ്ടി വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണിച്ചു തരാം. കാണിച്ചു തരാം. ഓ കുന്തം കേറുന്നു. നീ നടക്കടി, വാ. ശ്യാമസുന്ദര പുഷ്പമേ, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ഏതോ പഴയ മലയാള സിനിമയിലെ പാട്ടും കുറെ വലിച്ച സാഹിത്യം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ജോലിയില്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുടെ പുറകെ നടന്ന് കമന്റ് അടിക്കുക, ലവ് ലെറ്റർ കൊടുക്കുക. ഇവൻ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിട്ടാണോ നീ ഈ ലെറ്റർ വാങ്ങിച്ചത്? ആളെ എനിക്കറിയാം. ആളൊരു പാവ മേഴ്സി. ഓഹോ, അപ്പൊ അവിടെ വരെയൊക്കെ എത്തിയല്ലേ? ശ്യാമേ, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് കുട്ടിക്കളിയൊന്നുമല്ല. നീ പഠിക്കുന്ന കുട്ടിയാ. ഇതൊക്കെ നിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാ. കോളേജിൽ എന്റെ പുറകെ ഒരുപാട് പയ്യന്മാര് നടക്കുന്നുണ്ട്. അവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. പെൺകുട്ടികളായ കുറച്ച് ഗട്ട്സ് ഒക്കെ വേണം. നിനക്കിത് എന്ത് പറ്റി? എന്തോ ഞാൻ രാജുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ആർ യു സീരിയസ്? അയാൾക്ക് എന്താ ജോലി? വീഡിയോഗ്രാഫറാ? വീഡിയോഗ്രാഫറോ? ഒരു വീഡിയോഗ്രാഫർക്കൊക്കെ എന്ത് കിട്ടാനാ? കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമായി ജീവിക്കുമ്പോ ചുരുങ്ങിയത് ഒരു 1500 രൂപയെങ്കിലും വേണ്ടേ? ആ, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊക്കെ ചോദിച്ചുകൊണ്ട് ആ ലെറ്ററിനൊരു മറുപടി അയച്ചാലോ? അത് വേണോ? ഈ ലെറ്റർ കൊടുക്കലും വാങ്ങലും അവസാനം പ്രശ്നങ്ങളാവും. കത്തെഴുതുന്ന നമ്മൾ രണ്ടാളും അല്ലാതെ വേറെ ആരും അറിയില്ലല്ലോ. ഞാൻ പെനും പേപ്പർ എടുക്കട്ടെ? ഞാൻ എഴുതിക്കോളാം. മേഴ്സി പറഞ്ഞാ മതി. പറഞ്ഞൊക്കെ തരാം. പക്ഷെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാ ഞാൻ എഴുതി തന്നെന്ന് ആരോടും പറഞ്ഞേക്കരുത്. ഇല്ലെന്നേ. എഴുതിക്കോ. മിസ്റ്റർ രാജുവിന്. അയ്യോ, മിസ്റ്റർ ഒന്നും വേണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട്. എന്നാ പിന്നെ നിനക്ക് തന്നെ എഴുതിയ പോരെ? ദേഷ്യപ്പെടില്ലേ? പ്രിയമുള്ള രാജുവേട്ടാ. എന്തോ എന്താണ് ഇത്ര ബോധം കെടാൻ? ഇതിൽ വല്ല ക്ലോറോഫോം പറ്റിയിട്ടുണ്ടോ? ഇങ്ങതാ, ഞാൻ വായിക്കാം. പ്രിയമുള്ള രാജുവേട്ടന്, പഴയ സിനിമാ പാട്ടുകളും സാഹിത്യവും ഒന്നും എനിക്കത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ല. മനസ്സിലുള്ളത് ലളിതമായ ഭാഷയിൽ ഒതുക്കി പറയാൻ ശ്രമിക്കുക. ആയുഷ്കാലം മുഴുവൻ പ്രേമിച്ച് നടക്കുക, നാട്ടുകാരെ കൊണ്ട് പറയിക്കുക, നമുക്കതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഒരു കാര്യം, ഒരു തമാശയ്ക്ക് വേണ്ടി പ്രേമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തുറന്നു പറയുക. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അയ്യോ, രാജുവേട്ടൻ എന്താണ് ശരിക്കുള്ള ജോലി? വീഡിയോ ഷോപ്പ് സ്വന്തമാണോ? വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ മാസം ഏറ്റവും കുറഞ്ഞത് 1500 രൂപയെങ്കിലും വേണ്ടേ? അതിനുള്ള മാർഗമുണ്ടോ? പിന്നെ കുടുംബ പശ്ചാത്തലം അറിയാൻ താല്പര്യമുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നത് എന്റെ സ്വാർത്ഥതയായിരിക്കാം. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാ വിവരത്തിനും അടുത്തടുത്തിൽ മറുപടി തരണം എന്ന് സ്വന്തം ശ്യാമ. കലക്കി. എന്താ? എടാ, ഇത് അവൾ എഴുതിയ ലെറ്റർ അല്ല. പിന്നെ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതിയതാവാനാണ് സാധ്യത. അത് നിനക്ക് എങ്ങനെ അറിയാം? എടാ, ഞാൻ കുറെ പ്രേമലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാ. ലെറ്ററിന്റെ സ്ട്രക്ചർ കണ്ടാ എനിക്കറിയാം. ലോകത്തൊരു കാമുകിയും ആദ്യം തന്നെ കയറി ജോലി, ശമ്പളം, കുടുംബ പശ്ചാത്തലം ഇവയൊന്നും ചോദിക്കാറില്ല. അതെന്നെ കുറിച്ച് അറിയാനുള്ള താല്പര്യം കൊണ്ടായിക്കൂടുന്നുണ്ടോ? ആയിക്കൂടുന്നുണ്ട്. എടാ, ഈ ലെറ്ററിന്റെ പിന്നിൽ വേറെ ഏതോ ഒരു ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. അതാരാ? അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഈ ശമ്പളവും ജോലിയും ഒക്കെ ചോദിച്ചില്ല. എനിക്ക് മാസം 1500 രൂപ കിട്ടുന്നില്ലെന്നറിഞ്ഞ ശ്യാമ പ്രേമം തന്നെ വേണ്ടെന്ന് വെക്കോ? നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് തിരിച്ചങ്ങോട്ട് ഒരു വരട്ട് വരട്ടാം. ഇനിയും പഴയ സിനിമാ പാട്ടും സാഹിത്യവും ഒന്നും എഴുതി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ശ്യാമയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. സിനിമാ പാട്ടുകളും സാഹിത്യവും ഇഷ്ടമല്ലാത്ത വിചിത്രയായ പെൺകുട്ടി. ഈ കത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. അയാൾ ആളൊരു ഫ്രോഡാണെന്ന്. നാട്ടിലുള്ള തെങ്ങിൻ തോപ്പിൽ നിന്ന് തന്നെ 10-15 രൂപയ്ക്കുള്ള തേങ്ങ, മന്ത്ലി ഇൻകം വീഡിയോ ഷോപ്പിൽ നിന്ന് 5000 രൂപ. ഇവനെയൊക്കെ കല്യാണം കഴിച്ചാൽ നിന്റെ ലൈഫ് പോക്കാം. രാജു എഴുതിയത് കള്ളമായിരിക്കില്ല. നാട്ടിൽ തെങ്ങും തോപ്പൊന്നും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ.
ഇപ്പൊ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല. ഒന്നുമില്ലാതെ രാജു ഇങ്ങനെയൊക്കെ എഴുതുവോ? IAS IPS എന്നൊക്കെ പറഞ്ഞ് കല്യാണം നടത്തിയിട്ടുള്ള ബിരുദന്മാര് ഈ നാട്ടിൽ എത്രയുണ്ട്? അതുകൊണ്ട് നിന്റെ രാജുവിനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ടെസ്റ്റോ? എങ്ങനെ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് അയാളെ വിളിച്ചു വരുത്തണം. എന്നിട്ട് ഉള്ള ഫുഡും ഐസ്ക്രീമും പുഡിങ്ങും എല്ലാം അങ്ങേരെ കൊണ്ട് വാങ്ങിപ്പിച്ച് നല്ലൊരു അമൗണ്ട് ചെലവാക്കിപ്പിക്കണം. മാസം 10,000 രൂപ വരുമാനമുള്ള ആളല്ലേ, ചെലവാക്കട്ടെ. അയ്യോ, അത് വേണോ? അത് വേണം. ശരി, ഏത് ഹോട്ടലിൽ വരാൻ എഴുതണം? പ്രസിഡൻസി ഹോട്ടൽ. എവിടെയാ ഈ പ്രസിഡൻസി ഹോട്ടൽ? അതിവിടെ അടുത്ത് തന്നെ. അല്ല, ശ്യാമയുടെ ഫ്രണ്ടും കൂടെ ഉണ്ടാവുന്നല്ലേ എഴുതിയിരിക്കുന്നത്. നിന്റെ പൈസ ഉണ്ടാ? പൈസയൊക്കെ ആവശ്യത്തിനുണ്ട്. എത്ര കാണും? ഒരു 10-85 രൂപ വരെ കാണും. 10-85 രൂപ. അവിടത്തെ ഒരു ചായക്ക് കൊടുക്കണം രൂപ 20. ഇത്രയും പൈസക്ക് ഞാൻ അവിടെ പോകും? പണത്തിന്റെ പേരിൽ ഒരു പ്രേമവും കലങ്ങാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു 10-500 ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരാം. അത് മതി. പക്ഷേ അതൊരു ഷോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അപ്പൊ രൂപ ചെലവാക്കാൻ പാടില്ലേ? ചെലവാക്കാം, നീയല്ല അവര്. പറ്റുമെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ കൊണ്ട് ചെലവാക്കിക്കുന്നതിലാണ് നിന്റെ മിടുക്ക്. അത് തന്നെ ചെയ്യാം. അല്ല, നിന്നോട് എത്ര മണിക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്? 3:30. നീ എത്ര മണിക്ക് ചെല്ലും? 2:30. അതാണ് കുഴപ്പം. എടാ, ഒരു 4 മണിക്കേ ചെല്ലാവൂ. അയ്യോ, അപ്പോഴേക്കും അവര് പോവില്ലേ? എവിടെ പോവാൻ? എടാ, ഒരു 1.5 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ട് ചെന്നെങ്കിലേ ഒരു വെയിറ്റ് ഉണ്ടാവും. അവസാനം വിളക്കാൻ തേച്ച പാണ്ടാവോ? ഒരു പാണ്ടും ആവൂല. നിന്നോട് പ്രേമം ഉണ്ടെങ്കിൽ അവൾ അവിടെ തന്നെ നിന്നെയും കാത്തിരിക്കും, എവിടെയും പോവില്ല. അവനെ നാളെ അവിടെ ചെന്നാൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ. വാ, ഇരിക്കും. നാളെ നീ അവിടെ ചെല്ലുമ്പോ ശ്യാമയും അവളുടെ ഫ്രണ്ടും നിന്നെയും കാത്തിരിപ്പുണ്ടാവും. പക്ഷെ നീ ശ്യാമയെ മൈൻഡ് ചെയ്യരുത്. 3:30 പറഞ്ഞിട്ട് ഇതിപ്പോ 4:10 ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നിന്റെ പാർട്ടി എത്തുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും. ഏയ്, അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ആളൊന്നും അല്ല രാജു. അതൊക്കെ ഇപ്പൊ തോന്നും. ദേ, രാജു. ഹലോ രാജു, ഇതെന്റെ ഫ്രണ്ട് മേഴ്സി. നൈസ് ടു മീറ്റ് യു. ഹായ്. ആളിനെ പോലെ തന്നെ പേരും മനോഹരമാണ്. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറിന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ പുള്ളി ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. Sure. Okay? എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നും അല്ല. ആള് നല്ല സ്മാർട്ടാ. അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് ഇവിടുത്തെ സിറ്റുവേഷൻ പുള്ളിക്കാരൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്നിട്ട് കറക്റ്റ് അഭിപ്രായം ഞാൻ Mercy? പറയാം. ബോറടിച്ചോ കുട്ടിക്ക്? ഏയ് ഇല്ല. എന്താ കഴിക്കേണ്ടത്? ബാരർ പ്ലീസ് കം. രാജു കഴിക്കുന്ന തന്നെ മതി. അയ്യോ, വെരി സോറി. ഞാനിപ്പോ മാനേജിംഗ് ഡയറക്ടർ റൂമിൽ നിന്ന് നിറച്ച് ഐറ്റംസ് കഴിച്ചതേ ഉള്ളൂ. ഇത്രയും പെട്ടെന്നോ? അവൻ ഒത്തിരി നിർബന്ധിച്ചു. കഴിച്ചില്ലെങ്കിൽ പിണങ്ങും. അത് സാരമില്ല, നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഈ മെനു കാർഡൊന്നും വേണ്ട. ഇവരൊക്കെ ഫാഷനബിൾ ഗേൾസാ. ഡയറ്റിംഗ് ആയിരിക്കും. വല്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ജ്യൂസോ, ലൈം ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും. അയ്യോ, അതിനൊന്ന് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. Sliced chicken with vegetable and mushroom soup 2. Roasted chicken with pineapple and vegetables 2 plates. Sliced beef stick with green chili and mixed vegetables 2 plates. Fried sweet and sour prawns and vegetables 2 plates. Boneless chili chicken 2 plates. അല്ലെങ്കിൽ വേണ്ട, 10 പ്ലേറ്റ് എടുത്തോളൂ. ഓക്കെ. എനിക്കൊരു ലൈം ജ്യൂസ്. മത്സി, എന്തിനാ 10 പ്ലേറ്റ്? എന്റെ പപ്പയ്ക്ക് വലിയ ഇഷ്ടമാ. അതിൽ 8 പ്ലേറ്റ് പാക്ക് ചെയ്തെടുത്തോളൂ. യെസ് മാഡം. എങ്ങനെ ഉണ്ടായിരുന്നു? ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു? നന്നായിരുന്നു. 1 സെക്കൻഡ്, ഞാൻ ടോയ്ലറ്റ് വരെ പോയിട്ട് ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ മാഡം, ബിൽ അവിടെ വെച്ചേക്കും, ആളിപ്പോ വരും. ഞാൻ ബില്ലൊന്ന് നോക്കട്ടെ. 1268 രൂപ 95 പൈസ. കൊള്ളാം, പേ ചെയ്യട്ടെ. അയ്യോ പാവം, പാവം. ശ്യാമേ, സമയായി. പപ്പ അന്വേഷിക്കുന്നുണ്ടാവും.
ഓ ബിൽ ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ വളരെ ചീപ്പാണല്ലോ. ഇത് പപ്പായ്ക്ക് കൺവേ മൈ റിഗാർഡ്സ്. ഓ ഷുവർ. ബൈ ദ ബൈ, എന്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ ഇവിടെ വരും. അതുകൊണ്ട് നിങ്ങൾ പൊക്കോളൂ. പുള്ളിക്കാരൻ എനിക്കൊരു ട്രീറ്റ് കൊടുക്കാനുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാകും. പൊക്കോളൂ please. വരട്ടെ. ഇത് 500 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനൊക്കെ ഇത്രയും വില കൂട്ടാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കാശ് എടുക്കണോ? നമ്പർ ഇറക്കാതെ. അതെ, എന്റെ കയ്യിൽ വേറെ കാശില്ല. ഇത്രേ ഉള്ളൂ. അപമാനിക്കരുത്. എന്നാ ഒരു കാര്യം ചെയ്യും, മാനേജറെ കണ്ട് കാര്യം പറ. അങ്ങനെ ഒരു സാധുവാ, എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കി തരും. എന്നാ സാറ് കൂടെ ഒന്ന് വന്നാട്ടെ. ഞാനും വരാം. വളരെ ഉപകാരം. ഇത് നിന്റെ സ്ഥിരം ഏർപ്പാടാണ്. അയ്യോ